ഹായ് എല്ലാവർക്കും റിലാക്സ് ആകും 2025 മോഡൽ ഓൾ ന്യൂ ഹ്യുണ്ടായി വെന്യൂവിലെ ടോപ്പ് ഒരു വെൻ്റായ HX10 വേരിയൻ്റാണ്. ഈ വെൻ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണുള്ളത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഹ്യുണ്ടായി വെന്യൂവിൻ്റെ ടോപ്പ് എൻ്റെ വേണ്ടായ HX10 എക്സ്റ്റീരിയറിൽ നിൽക്കാൻ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ബ്രാൻഡ് ന്യൂ ഡിസൈൻ നോക്കുവാണെങ്കിൽ പറയാം. അത്യാവശ്യം നമുക്ക് കാണാത്ത ഡിസൈനാണ് ഹ്യുണ്ടായി വെന്യൂവിൽ കൊടുത്തിരിക്കുന്നത്. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ നമുക്ക് കണക്റ്റഡ് DRL ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം LED ആയിട്ടാണ്. ഹെഡ്ലൈറ്റൊക്കെ വന്നാൽ നമുക്ക് LED ഹെഡ്ലൈറ്റുകളാണ്. ഹൈ ബീം ലോ ബീമിനകത്താണ് കൊടുത്തിരിക്കുന്നു. ഫോഗ് ലൈറ്റ് കാര്യങ്ങൾ തന്നെ വരുന്നില്ല. ഫ്രണ്ടിൽ സിവ ക്ലാസ് സ്കിപ്പ് ലൈറ്റ് പോലത്തെ ഭാഗം കൊടുത്തിരിക്കുന്നു. 195 mm ആണ് വെന്യൂവിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൻ്റെ ലോങ്ങിൻ്റെ താഴെ നമുക്ക് 360 ക്യാമറ ഉണ്ട്. ക്യാമറ ലെൻസ് കാണാം. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഗൺ മെറ്റൽ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. കീ ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഹ്യുണ്ടായി ലോഗോൻ്റെ കൂടിയ ബ്രാൻഡ് ന്യൂ കീ ആണ്. ലോക്ക് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനോടുകൂടിയ ഫുള്ളി ഫങ്ഷൻ ആയിട്ട് വരേണ്ട കീ ആണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 16 ഇഞ്ച് EVയിലൊക്കെ കാണുന്ന ഒരു അലവി ഡയമണ്ട് കട്ട് അലവിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 215/16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. താഴെ 360 ക്യാമറ ഉണ്ട്. ക്യാമറ ലെൻസ് കാണാം. ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. റിക്വസ്റ്റ് സെൻസർ കാണാം. ക്രോം ലെൻസ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റൈൽസ് കാണാൻ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സിംഗിൾ ബേസ് സൺറൂഫ് വരുന്നത്. ബാക്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്ടർ ഗ്ലാസിൻ്റെ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വൈറ്റ് ഫിനിഷ് കാണാനായിട്ട് പറ്റും. നമുക്ക് വെന്യൂ എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ് കാണാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് ന്യൂ ഡിസൈനാണ് വരുന്നത്. മറ്റ് വാഹനങ്ങൾ കാണാത്ത ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് എൻ്റെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പിന്നെ അടുക്കായിട്ട് എമൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് വൈപ്ര വാഷർ D4 ഗ്ലാസ് കാണാം. വെന്യൂ ബാഡ്ജിങ് കാണാം. നമുക്ക് കണക്ട് ടെയിൽ ലൈറ്റ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് താഴെട്ടാണ്. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്റ്റേഴ്സ് കാണാം. ഹ്യുണ്ടായിയുടെ ലോഗോൻ്റെ താഴെ നമുക്ക് റിവേഴ്സ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. അത്യാവശ്യം സ്ക്വയർ ഷട്ടിലെ വലിയ ബൂട്ടാണ്. വേറെ ബൂട്ട് ലൈറ്റ് ഒരെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ സെയിം സൈസ് സ്പെയർ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടർബോൺ ബാഡ്ജിങ് കാണാം. നമുക്ക് DCT ബാഡ്ജിങ് കാണാം. ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറയുന്ന രീതിയിൽ കീലസ് എൻട്രി കാണാം. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ ഇൻറ്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ വാഹനങ്ങൾ കാണാത്ത ഡിസൈനാണ് ഹ്യുണ്ടായി വെന്യൂവിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡുവൽ ടോൺ കളർ കാണാം. ഇവിടെ ഞാൻ സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. 4 ഡോർ പവർ കൺട്രോളും മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡർ ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡ്സ് വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ബോസിൻ്റെ സ്പീക്കർ കാണാം. നമുക്ക് സബ് വൂഫർ അകത്ത് കൊടുത്തിട്ടുണ്ട്. 4 സ്പീക്കർ, 4 ട്യൂട്ടർ, ഒരു സബ് വൂഫർ കൂടിയ ഒരു സൗണ്ട് സിസ്റ്റമാണ്. നമുക്ക് ബോട്ടിൽ ഓർഡേഴ്സ് കാണാം. നമുക്ക് സബ് വൂഫർ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ സബ് വൂഫർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണുള്ളത്. അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെതർ സീറ്റുകളാണ്. വെന്റിലേറ്റഡ് സീറ്റുകളാണ്. അതിനകത്ത് വെന്യൂ എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ്. ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഡെഡിക്കേറ്റഡ് ടെപ്പ് പെഡൽ കാണാം. ഫീൽഡ് ഓപ്പൺ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്നു. ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ളത്. ഓട്ടോ സ്റ്റോപ്പ് താഴെ ട്രാക്ഷൻ കൺട്രോളും ഹെഡ്ലൈറ്റിൽ അഡ്ജസ്റ്റബിൾ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കാണാം. ഇനി അങ്ങനത്തെ ഫീച്ചേഴ്സ് ഞങ്ങളൊന്ന് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ ഇൻറ്റീരിയർ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എടുത്തു പറയേണ്ട കാര്യം നമുക്ക് 12.25 ഇഞ്ചിൻ്റെ സ്ക്രീനും ഒരു സെയിം സ്ക്രീൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നമുക്ക് EVയിലൊക്കെ കാണുന്ന സെയിം സ്റ്റിയറിംഗ് വീലാണ്. ഫ്ലാറ്റ് ബോട്ടാണ്. 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അതിനകത്ത് 4 ഡോട്ടിൻ്റെ ഇൻഡിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ താഴെപ്പെടുന്ന മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇടവശത്തായിട്ടാണ് നമുക്ക് ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസും പല വശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കാണാം. ഇത് DCT ആയതുകൊണ്ട് പാഡ് ഷിഫ്റ്റേഴ്സ് കാണാം. ഇടവശത്ത് വൈപ്പർ കൺട്രോൾസ്, പലവശത്ത് ഹെഡ്ലൈറ്റിംഗ് കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് ഓട്ടോ വൈപ്പേഴ്സ് പോലെ ഫീച്ചേഴ്സ് അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്ററിംഗ് ആണ്. സ്പീഡോമീറ്ററും മാപ്പിമീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. നടക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിൻ്റെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT, TPMS പോലെയുള്ള ഫീച്ചേഴ്സ് അകത്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യുണ്ടായിൻ്റെ എല്ലാ വാഹനങ്ങളും കാണുന്ന 12.25 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ആപ്പിൾ കാപ്പിൾ വാൾസായിട്ട് ഫംഗ്ഷൻ ചെയ്യും. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റിയുള്ള ഫീച്ചേഴ്സ് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 4 സ്പീക്കറും 4 ട്യൂട്ടറും സബ് വൂഫറും കൂടിയ ഡിവൈസസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാം
ക്യാമറ +360 ആണ് കൊടുത്തിട്ടുണ്ട്. സൂം ഔട്ട് ചെയ്യാനും നമുക്ക് വ്യൂ ചെയ്യാൻ ഓപ്ഷൻസ് ഞങ്ങളകത്ത് കൊടുത്തിട്ടുണ്ട്. താഴത്ത് കാണാൻ നമുക്ക് AC വെൻസ് കാണാൻ ടോപ്പിൽ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഹസാർട്ടിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. താഴെ നമുക്ക് ഫിസിക്കൽ ബട്ടൺസ് കാണാം, സെർച്ച്, മാപ്പ്, ഹോം. താഴെ ഓട്ടോമാറ്റിക് ക്ലാമ്പ് കൺട്രോൾ യൂണിറ്റ് കാണാം. നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടേക്കും Type-C ആക്കാം, USB ആക്കാം. USB ആയിട്ടുള്ള ഓപ്ഷൻ കാണാം. Type-C ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. വയർലെസ് ചാർജിങ് പാഡ് കാണാം. നമുക്ക് ഇവിടെ DCT ഗീലർ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവറിൽ നമുക്ക് വെന്റിലേഷൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ടെമ്പറേച്ചറിൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ ഓട്ടോ ഹോൾഡ് വിത്ത് ഇലക്ട്രോണിക് പവർ ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. അകത്ത് സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെതർ സീറ്റുകളാണെങ്കിൽ സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്തുകൊണ്ടോ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡ് സംവേഴ്സസ് വിത്ത് മിറർ അൺലൈറ്റ് കാര്യങ്ങൾ തന്നെ വരുന്നില്ല. സെൻറ്റർ IRVMs ഓട്ടോ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. റീഡിംഗ് ലൈറ്റുള്ള ഹാലജൻ ആണ്. ഡ്രൈവർ സൈഡ് സംവേഴ്സസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വേണ്ടത്. വെന്യൂവിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സിംഗിൾ പെയിൻ സൗണ്ട് പ്രൂഫ് കാണാം. അത് നമുക്ക് ക്ലോത്തിൻ്റെ കട്ടി കുറച്ച് കൂടിയിട്ടുണ്ട്. 1 ടച്ച് തന്നെ ഓപ്പൺ ആൻഡ് ക്ലോസിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓൾ ഓവർ ഇന്ത്യൻ്റെ ലുക്ക്. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് കാണണം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വളരെ തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് 80 ഡിഗ്രിയിൽ തന്നെ ഡോർ തുറക്കാൻ പറ്റും. കയറാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാഡ് എല്ലാം ഡുവൽ ടോൺ കളറ് കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് കാണാം. പവറിൻ്റെ കൺട്രോൾ ഡോർ ഹാൻഡിൽസ് വൈറ്റ് ഫിനിഷിലാണ്. ബോസിൻ്റെ സ്പീക്കറാണ്. ബോട്ടിലോഡ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ അഡ്രസ്റ്റ് കാണാം. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറസ്റ്റ് ഉൾപ്പെടുത്തിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കാണാം. നമ്മൾ പാകത്തേക്ക് കയറിയിരുന്നാൽ ഇഷ്ടം പോലെ സ്ഥലം നമുക്ക് കാണാം. മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നെവർ നിന്നാൽ പോലും ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ അകത്ത് ഹെഡ് റൂം ബാലൻസ് ആണ്. സൺറൂഫ് ഉണ്ടെങ്കിൽ സൺറൂഫിൻ്റെ ഒപ്പം വരെ ഇതുവരെ വരുന്നുള്ളൂ. അതുകൊണ്ട് ഹെഡ് റൂമിൻ്റെ ഇഷ്യൂസ് തന്നെ വരുന്നില്ല. വൈഡുള്ള ബാക്ക് സ്പേസ് ആണ്. നമുക്ക് 3 പേർക്കൊക്കെ സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ടോപ്പിൽ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. 2 വശത്ത് കൊടുത്തത് ഹുക്ക് അങ്ങ് കൊടുത്തിട്ടുണ്ട്. വെന്യൂവിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡ് ആയിട്ട് വരുന്നുണ്ട്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ ഹീറോയുടെ TPMS പോലുള്ള ഫീച്ചേഴ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈഡ് ആയിട്ടുള്ള 1.52 ലിറ്റർ നാച്ചുറൽ ആസ്പെക്റ്റ് പെട്രോൾ എഞ്ചിനാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. അടുത്ത അപ്ഡേറ്റ് കാണുന്നത്. ബൈ ബൈ.